പരിപാവനാത്മജാ പദതാരിൽ കൂപ്പു കൈകളുമായി പരിസേവിതരണയുന്നു പരിപൂജിത പരിപാലക പരിപാവനാത്മജാ പദതാരിൽ കൂപ്പു കൈകളുമായി പരിസേവിതരണയുന്നു ശരണം ദേവാദിദേവനെ ശരണം വിഹരിച്ചിടുകൻ സർവസ്വവും നൽകുന്നു ഞാനെന്നുൾത്തടവും പൂജിത പരിപാലക പരിപാവനാത്മജാനം ശരണം ദേവാദിദേവനെ ശരണം. ബൈബിൾ സൊസൈറ്റിയുടെ ജീവാത്മാവും പരമാത്മാവുമായ റവറൻ ഡോക്ടർ സൈറസ് പാനമ്പറമ്പൽ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. KCBC വൈസ് ചെയർമാനായ അഭിനയ വിഷ്മാർ ജോർജ് പുന്നക്കുട്ടിൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ ഡോക്ടർ VA ജോസഫ്, എറണാകുളം അതിരൂപത ബൈബിൾ കാറ്റഗിസം ഡയറക്ടർ ജോസ് പുതിയടൻ, അങ്കമാലി ഖുറാനാപ്പള്ളി VIH പോൾ കരിയാറ്റ്, ഡോക്ടർ അഗസ്റ്റിൻ മാസ്റ്റർ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കേരള സഭയിലെ സന്താനങ്ങളായ നമ്മുടെ എല്ലാവരുടെയും ബൈബിൾ പഠനത്തിൻ്റെ ലോഗോസ് ബൈബിൾ ക്വിസിൻ്റെ പരിസമാപ്തിയുടെ ദിവസമാണ് ഇന്നെന്ന് പറയും. 7ാമത് അഖില കേരള മത്സരം ഇവിടെ ഇന്ന് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് പൂർണ്ണമാക്കുകയാണ്. ഇടവകളിൽ, രൂപതകളിൽ, സംസ്ഥാന തലത്തിലും ഇവിടെയും ഈ മത്സരം വിജയപ്രദമാക്കുന്നതിന്, ഭംഗിയായിട്ട് നടത്തുന്നതിന് വളരെയധികം പേര് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാളും 1,00,000 പേര് ഈ മത്സരത്തിൽ കൂടുതലായിട്ട് പങ്കുചേരുന്നുണ്ടായിരുന്നു. 3,39,000 പേര്. വളരെയധികം പേരുടെ സേവനത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു മത്സരമാണ്. ഇടവകളിലെ അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, സൺഡേ സ്കൂൾ അധ്യാപകര്, രൂപതകളിലെ രൂപത ഡയറക്ടർമാര്, അദ്ദേഹത്തോടൊന്നിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകര്, അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് സേവനത്തിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചാണ് ഇതിനെ ഒരു വിജയപ്രദമാക്കി മാറ്റുക. അത് വിജയപ്രദമാക്കിയതിൽ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷിക്കാവുന്നതാണ്. പിതാവാണെന്ന് നമുക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് സേവനമനുഷ്ഠിക്കുകയാണ് KCBC വൈസ് ചെയർമാനായതോടുകൂടിയാണ് ആ സ്ഥാനത്ത് നിന്നും പിതാവ് മാറുന്നതാണ്. പിതാവ് തീർച്ചയായിട്ടും ഇവിടെ എത്തേണ്ടതായിരുന്നു. പിതാവിന് കണ്ണിന് അസുഖം ബാധിച്ച് തുടർന്ന് ഭരീയമായതിനെ തുടർന്നാണ് വരാൻ പറ്റാതെ വന്നത്. തീർച്ചയായിട്ടും വരുമെന്ന് അറിയിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും പിതാവിന്റെ ആശംസകൾ, അനുമോദനങ്ങൾ പ്രത്യേകം പറയണമെന്ന് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ പറയുകയും ചെയ്യും. 10 പേര് നിലയിലെ 50 പേർക്ക് വെച്ച് മത്സരം നടത്തി അവരിൽ നിന്ന് സംസ്ഥാനതല നേതാക്കളെ കണ്ടെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 198 മാർക്ക് മേടിച്ചവരാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എങ്കിലും എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇപ്പോൾ സമാപിച്ചു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാം തീരുമാനിച്ചു. ഈ അവസരത്തില് പിതാവിന് ഉദ്ഘാടകനായിട്ടും സമ്മാനദാനത്തിനായിട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന ബൈബിൾ കലണ്ടറിന്റെ പ്രകാശനത്തിനായിട്ടും
ഇവിടെ സന്നിഹിതനാകാമെന്നും ഈ കർമ്മങ്ങളെല്ലാം ഉള്ളവരുമായി നിർവഹിക്കാമെന്നും സംബന്ധിച്ച പിതാവിനോട് സന്നിഹിതനാണ് ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിന്റെ വിശിഷ്ടാതിഥി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെയർമാൻ ഡോക്ടർ വി.എ. ജോസഫ് സാറാണ്. സാറിനെ മീറ്റിംഗിൽ ക്ഷണിക്കുന്നതിന് പ്രത്യേക കാരണവും കൂടിയുണ്ട്. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ട് ബൈബിൾ സൊസൈറ്റിക്ക് ബന്ധമുണ്ട്. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിക്കുന്ന ഒരു ബൈബിൾ കലണ്ടർ സ്പോൺസർ ചെയ്യുന്ന ഒരു നല്ലൊരു സംഖ്യ സൊസൈറ്റിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അത് പരിഗണിക്കുകയും നമുക്ക് എല്ലാം വേണ്ട ഒത്താശകൾ ചെയ്തു വരികയും ചെയ്യും. ഈ അവസരത്തിൽ ഈ ഒരു മീറ്റിംഗിലേക്ക് വരണമെന്നും ഈ കലണ്ടർ സ്വീകരിക്കണമെന്നും ഞാൻ ജോസഫ് സാറിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സന്തോഷം വരാമെന്ന് സമ്മതിച്ചു. നമ്മുടെ മധ്യത്തിൽ സന്നിഹിതമാണ്. നമ്മുടെ മധ്യത്തിൽ ബഹുമാനപ്പെട്ട പെരിയാറ്റിലച്ചൻ സന്നിഹിതനാണ്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ ലോകോസ്കിസിന് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച ഇടവക എന്ന സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി കൊറോനാപ്പള്ളി അച്ഛനെ സംബന്ധിച്ച് വളരെയധികം തിരക്കുകളുള്ള മനുഷ്യരുണ്ട്. വലിയ പള്ളി തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പേരെടുക്കാൻ മാത്രമേ അർഹതയും. ആ തിരക്കുകളിടയിൽ അതിനുള്ള സാമ്പത്തിക പിരിവുകളിലെല്ലാം ഇടയിൽ അച്ഛൻ ഇതിനു വേണ്ടിയിട്ടും ആളുകളെ ചേർക്കുകയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഈ അവസരത്തിൽ ഞാൻ അതിനേറ്റത്തിൽ അച്ഛൻ കാണിക്കുന്ന നല്ല മനസ്സിന് തീർച്ചയായിട്ടും 100 പേര് ഇടവക്കാൻ എല്ലാവരുടെയും സഹകരണത്തോടെ ഇടവകയിൽ ഞാൻ ഈ വർഷം നടന്ന അവസരത്തിൽ മാലിപ്പള്ളി സന്ദർശിക്കാൻ പോയിരുന്നു. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണവും അച്ഛന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ പ്രത്യേകത ശ്രദ്ധിച്ചത് ആ മത്സരം നടന്ന അവസരത്തിന് മുഴുവൻ സമയവും അച്ഛന് ആ സൺഡേ സ്കൂളിന്റെ ഓഫീസിൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാത്തിനും നേതൃത്വം നൽകിക്കൊണ്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. വളരെ അപൂർവമായിട്ടാണ് ഇത്രയും വിചാരിച്ചന്മാർ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താനായിട്ട് സന്നദ്ധമാകുക എന്നുള്ളത് അച്ഛൻ്റെ പ്രത്യേകം അഭിനന്ദിക്കാനുള്ള ഈ അവസരം വിനിയോഗിക്കുകയാണ്. പറയുമ്പോൾ ഈ 7ാം തവണ അച്ഛന് ഏറ്റവും കൂടുതൽ പേരെ ചേർപ്പിച്ച് രൂപത എന്നുള്ള സ്ഥാനത്തിന് അടക്കമാകുകയാണ്. അത് ഓരോ വർഷവും ആളുകൾ കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വർഷം 1,00,000 പേരാണ് പങ്കെടുക്കുന്നത്. അച്ഛൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും ഹൃദയംഗമായിട്ട് ഞാൻ അനുവദിക്കുകയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ കാറ്റഗിസ്റ്റിൻ്റെ ബൈബിൾ സൊസൈറ്റിയുടെ ഹൃദയംഗമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ ഈ സംസ്ഥാന പരീക്ഷയ്ക്ക് ഒരുങ്ങി ഇതിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മത്സരം നടത്തുന്നതിന് സഹകരിച്ച് POCയിലെ കുടുംബം, സ്റ്റാഫ്, മുഴുവൻ അച്ഛന്മാര്, മറ്റ് സ്റ്റാഫുകൾ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ഇവിടെയുള്ള ഏകവർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ, രൂപതകളിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, വിശിഷ്ടാതിഥികളായിട്ട് എത്തിയിട്ടുള്ള എല്ലാവരെയും എൻ്റെ ബൈബിൾ സൊസൈറ്റിയുടെ പേരിലും KCBC ബൈബിൾ കമ്മീഷന്റെ പേരിലും ഹൃദയംഗമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും കലണ്ടർ പ്രകാശനം ചെയ്യുന്നതുമായി ഇത്രയും ബഹുമാനപ്പെട്ട ബിഷപ്പ് മാർ ജോർജ് പുന്നമുടി പിതാവിന് ഏറ്റവും സ്നേഹത്തോടെ ഹൃദ്യമായ ഭാഷകളുടെ സംസാരം ചെയ്യുകയും ബഹുമാന്യ അതിഥിയെ അംഗീകരിക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ ഡോക്ടർ വി. ജോസഫ്, ബൈബിൾ കമ്മീഷൻ്റെ സെക്രട്ടറി അങ്കമാലി കൊറോനാപ്പള്ളി വികാരി, പാവക്കോട്ടിരിയാരി, എറണാകുളം അതിരൂപത ബൈബിൾ കാറ്റഗിസം ഡയറക്ടർ ഡോക്ടർ ജോസ് കുര്യർ, ബൈബിൾ സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ അഗസ്റ്റിൻ മാസ്റ്റർ, സൊസൈറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി സി ജോൺസൺ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ബൈബിൾ ക്വിസ്, ബൈബിൾ
മത്സരം കേരളത്തിൽ വലിയൊരു ഹരമായി മാറിയിട്ടുണ്ട് എന്ന് പറയാം. 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെ, അല്ല 80ഉം 90ഉം വയസ്സ് വരെ പ്രായമായവർ പോലും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് വളരെ താല്പര്യത്തോടുകൂടി കൊണ്ടുവരികയാണ്. ഇതിലെ കോതമംഗലത്ത് രൂപത കാറ്റഗറ്റിക് കൺവെൻഷൻ നടക്കുകയായിരുന്നു. വളരെ പ്രായമുള്ള ഒരു സിസ്റ്റർ, നടക്കാൻ പറ്റുകയില്ല, പുള്ളിക്ക് സമ്മാനം കിട്ടി, സമ്മാനം വാങ്ങിക്കാണ്ട് സ്റ്റേജിൽ കയറാൻ പോലും പറ്റുകയില്ല. ഏറ്റവും പ്രായമുള്ള ഒരാൾ. കഴിഞ്ഞ കൊല്ലം 1ാം സമ്മാനം കിട്ടിയതാണ്, തവണ 2-3 സമ്മാനമായി പോയി തോന്നുന്നു. എനിക്കായിരുന്നു എത്രമാത്രം താല്പര്യമാണ് ബൈബിൾ പഠിക്കുവാനായിട്ട് ഈ ക്വിസിൻ്റെ ഫലമായിട്ട് ഉളവായിരിക്കുന്നത് എന്ന്. ഒരു കാലത്ത് കത്തോലിക്കർക്ക് ബൈബിൾ അറിയാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. കത്തോലിക്ക ബൈബിൾ കൂടുതൽ അറിയാൻ പറയത്തക്ക ഒരു സാഹചര്യത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ പഠന പരിപാടി ആരംഭിക്കുവാനായിട്ട് ചിന്തിച്ചപ്പോൾ വിജയിക്കുമോ ഇല്ലയോ എന്ന് വലിയ ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും വിജയിച്ചേക്കും പ്രതീക്ഷയോടുകൂടിയാണ് ആരംഭിച്ചത്. എൻ്റെ 7ാം വർഷമാണ്. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സൈലത്തിൻ്റെ നേതൃത്വം തിരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ പരിപാടി ബൈബിൾ ക്വിസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം അതുപോലെ തന്നെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ബൈബിൾ സൊസൈറ്റി ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രവർത്തനമായിട്ട് ഈ ക്വിസിനെ കണക്കാക്കാം. 3,39,000 ആളുകളെ, അത് കുട്ടികൾ, യുവജനങ്ങൾ, മധ്യവയസ്കർ, വയോവൃദ്ധന്മാർ മുതൽ എല്ലാ തരത്തിലുള്ള ആളുകൾ, സ്കൂൾ കുട്ടികൾ മാത്രമല്ല എല്ലാ പ്രൊഫഷണൽപ്പെട്ട ആളുകളുണ്ട്. ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും കോളേജ് അധ്യാപകർ, ഡോക്ടർമാർ, കഴിഞ്ഞ ഡോക്ടർമാരൊക്കെ തവണ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഡോക്ടർമാർ, അഡ്വക്കേറ്റുമാർ, എല്ലാ ജീവിത രംഗങ്ങളിൽ നിന്നും പ്രവർത്തന വേദികളിൽ നിന്നും ആളുകളിൽ ക്വിസിൽ പങ്കെടുക്കുന്നുള്ളത് ആവേശമാണ് കാണിക്കുക. പങ്കെടുക്കുന്ന എല്ലാവരും ഞാൻ ഹൃദയമായിട്ട് അഭിനന്ദിക്കുന്നു. അവരുടെ താല്പര്യവും ഒരു ഉത്സാഹവും കാണുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ടത് ഈ സ്വീകരണം അസൻ്റാണ് അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് നോക്കുന്നത്. ഗ്രാമർ അസൻറ്റിൽ അതിൻ്റെ പ്രധാന പ്രമേയം അത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിലും പഠനം ഒരു ഭാഗം, പഠനത്തിനപ്പുറം ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. പഠനത്തിലൂടെ മാത്രം കിട്ടുകയില്ല. ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അതിൽ ശക്തി ഉൾക്കൊള്ളുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിവേശനപരമായി രൂപം കൊണ്ടതുകൊണ്ട് വായിക്കുമ്പോൾ അറിവ് കൂടുക മാത്രമല്ല, വായിക്കുമ്പോൾ രക്ഷാകരമായ പ്രവർത്തനം അതിലൂടെ നടക്കുന്നുണ്ട്. സ്തോലോസ് പറയുന്നുണ്ട് ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ അതോ രക്ഷകനായ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ടാണോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാക്കുകളാൽ ക്രൂശിതനെ ചിത്രീകരിച്ചപ്പോൾ ആ ക്രൂശിതനെ വാക്കുകളാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിച്ചതായി ക്രൂശിതനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ നീതീകരണത്തിനോട് വന്നത്? അതോ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ? ചെയ്തതുകൊണ്ടല്ല. പിന്നെയോ രക്ഷയുടെ കൂദാശയുടെ വാക്കുകളാൽ ചിത്രീകരിക്കപ്പെട്ട യേശുവിനെ സ്വന്തം രക്ഷകരായി സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പറയുക. ഞാൻ മറ്റൊന്നും അറിയാൻ ആഗ്രഹിച്ചില്ല, ഞാൻ മറ്റൊന്നും പ്രസംഗിച്ചില്ല, യേശുവിനെയും അതും ക്രൂശിതനെയും മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചുള്ളൂ അദ്ദേഹം പറഞ്ഞു. അതും വാഗ്ധോരണിയിലല്ല, വലിയ വിചാര പ്രകടനത്തിലുമല്ല, എളിയ വാക്കുകൾ ഞാൻ ക്രൂശിതനെ ചിത്രീകരിച്ചു. ആ ക്രൂശിതനെ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ജ്ഞാനത്തിലോട്ട് രക്ഷയിലോട്ട് കടന്നു വന്ന് പറയുക. 16ാമത് വാക്യത്തിൽ വചനം രക്ഷയ്ക്കുള്ള ശക്തിയാണ്. അതിനെങ്ങനെ രക്ഷിക്കുന്നത്? ഈ രീതിയിൽ രക്ഷിക്കുന്നത് വചനം പ്രഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വചനം പ്രഘോഷിക്കേണ്ട രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. പ്രഘോഷിക്കപ്പെടുന്ന വചനം വിശ്വാസത്തോടെ സ്വീകരിച്ച് വചനത്തിന് നമ്മെ തന്നെ വിധേയരാക്കുന്നതിൻ്റെ ഫലമായിട്ട്, നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട്, അനുസരണയോടെ കീഴടങ്ങുന്നതിൻ്റെ ഫലമായിട്ട് വചനം രക്ഷ പ്രവർത്തിക്കുന്നു.
അങ്ങനെ തിരുവചനം നമ്മൾ വായിച്ചു, പഠിച്ചു, മത്സരിച്ചു, സമ്മാനം വാങ്ങിച്ചു. സർവോപരി രക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ വാചനമായതുകൊണ്ട് അതിദൈവമായ സമ്മാനം നീതിരക്ഷയാണ്. അതിന് നമ്മെ പ്രാപ്തരാകട്ടെ എന്നുള്ള ആശംസയാണ് എനിക്കുള്ളത്. ക്രിസ്തീകർ സഹായി എന്നുള്ളത് ഈ വർഷവും ആ പാരമ്പര്യം തുടർന്നു പോരുന്നു. തീർച്ചയായിട്ടും വലിയ ഒരു സേവനമാണ് ഇതുവരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകമായിട്ടും ചെയർമാൻ കൂടി അവസരം നേടിയിട്ടുണ്ട്. സുഗന്ധാംഗിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വലിയ സേവനത്തിന് അവസരത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഉദ്ഘാടനം സന്തോഷം ഞാൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കൈമാറ്റ കൈ കലണ്ടർ അച്ഛന് കച്ഛനടി പഠിപ്പിച്ചിരുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നമുക്ക് തന്ന കലണ്ടർ പ്രകാശനമാണ്. കലണ്ടർ പ്രകാശനം ചെയ്യുന്ന അറിയുന്ന ജനങ്ങളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി ബാങ്ക് ചെയർമാൻ കെ ജോസഫ് അവരുടെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൊക്കി കൊടുക്കാൻ പറയും. ആ പൂവെടുത്ത് മാറ്റുകയാണ്. ബിഷപ്പ് മാർ ജോസ് പെണ്ണക്കോട്ടിൽ, റവറൻ ഡോക്ടർ സൈറസ് വേലംപറമ്പിൽ, റവറൻ ഡോക്ടർ സക്കറിയസ് പറമ്പിലം, റവറൻ ഡോക്ടർ ജോസ് പുതിയ കോട്ടയിൽ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവർ, ഞാൻ വന്നപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അവധി ദിവസമല്ലേ സൂപ്പർ സ്റ്റാർ കാണുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സൂപ്പർ സ്റ്റാറിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? അവർ പറഞ്ഞ 1000-ഓളം പേര് പങ്കെടുത്തതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ അവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ കാണാനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ സൂപ്പർ സ്റ്റാർ മാറ്റി ഈ സൂപ്പർ സ്റ്റാറിലേക്ക് വന്നാൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വലിയൊരു സന്തോഷം. കേരളത്തിൽ എനിക്കുള്ള എല്ലാ പിതാക്കന്മാരുമായിട്ടും ഞാൻ കണ്ടെങ്കിലും കോതമംഗലം പിതാവിനെ ഞാൻ 2 പ്രാവശ്യം സമിതിയിൽ ചെന്നപ്പോൾ അവിടെ സ്ഥലത്തിലായിരുന്നത് കാണാൻ പറ്റി. ഇന്ന് പിതാവിനെ പരിചയപ്പെടാൻ അവിചാരിതമായിട്ട് സാധിച്ചു. കാരണം തിരുവനന്തപുരം ബിഷപ്പ് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വന്നപ്പോൾ എനിക്ക് കാണാതിരുന്ന പിതാവിനെ പരിചയപ്പെടാൻ സാധിച്ചു. രണ്ടാമത് ഡോക്ടർ ജോസ് കോട്ടയിൽ ഇവിടെ മുമ്പിലിരിക്കുന്ന ഫാദർ ഞാനുമായിട്ട് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം ഞാനൊരിക്കലും ഇവിടെ കൊണ്ടുപോയി ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ആദ്യമായിട്ടാണ് എത്തിയത്. പുറത്ത് വർക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോഴേ ഞാൻ അറിഞ്ഞു നമ്മുടെ ജനസംഖ്യ 17% കുറഞ്ഞു കേരളത്തിൽ. അതായത് എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നതിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം നേരെ പകുതിയായി. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാൻ അറിയിച്ചു, ഒരു 30-40 കൊല്ലം കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ജോസഫ് തോമസ് എന്നുള്ള പേര് പോലും ഇല്ലാത്തൊരു കേരളമായിരിക്കാം ഒരു പക്ഷേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എണ്ണം കുറഞ്ഞു വരുന്ന അവസരത്തിൽ ഞാൻ വിചാരിച്ചു ബൈബിൾ പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുമായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടത് ഈ ബൈബിൾ പഠിക്കുന്നവരും അവരുടെ ഉത്സാഹവും അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ എണ്ണം കുറഞ്ഞാലും ക്വാളിറ്റി കൂടുന്നെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ ആവേശം കണ്ടപ്പോൾ എനിക്ക് അടുത്ത കൊല്ലം ഒന്ന് പങ്കെടുക്കണം തോന്നി. കാരണം അത്ര വലിയൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്.
തന്നെ 70 വയസ്സ് വരെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ അടുത്ത വർഷം ഞങ്ങൾ സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതിനായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷെ ഞങ്ങൾക്ക് പ്രൈസൊന്നും കിട്ടത്തില്ല, വിചാരിച്ചാലും പേടിക്കേണ്ട, അത്ര അറിവൊന്നുമില്ല. മക്കൾക്ക് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും ഒക്കെ എത്തിയ നിങ്ങളെല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയും ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നന്മയെപ്പറ്റിയൊക്കെ പറഞ്ഞത് നമുക്കൊരു വലിയ ഭാഗ്യമാണ്. ഇങ്ങനെയൊരു സൊസൈറ്റിക്ക് ഈ കലണ്ടർ പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരവസരം ഉണ്ടായതിൽ, അതിനൊരു അവസരം തന്നതിന് ഞാനിവിടെയുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംസാരിക്കാൻ വേണ്ടി ഡോക്ടർ ജോസ് പുതിയാടത്ത് അവരുടെ സമയം ക്ഷണിക്കുന്നു. അഭിനന്ദ പിതാവേ, ബഹുമാനപ്പെട്ട പോർക്കരിയാറ്റി അച്ഛ, സൈറസ് അച്ഛ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെയർമാൻ ജോസഫ് സാർ, ബൈബിൾ സൊസൈറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ജോൺസൺ, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരന്മാരെ, കേരള സഭയുടെ ചരിത്രത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു ലോഗോസ് ക്വിസ്. വർഷങ്ങൾ കടന്നു വരുന്തോറും ഇത് വളരെയേറെ ശക്തി പ്രാപിച്ച് അനേകരുടെ ശ്രദ്ധയും ആകർഷിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 6ാമത്തെ പ്രാവശ്യം ഈ സമ്മേളനം നടത്തിയ അവസരത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, 3,39,000 പേര് പങ്കുചേരുന്ന ഈ ക്വിസ് കോമ്പറ്റീഷൻ ഗിന്നസ് ബുക്കിൽ കയറേണ്ട ഒരു കോമ്പറ്റീഷൻ ആണ് എന്നതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്കറിയാം, ഒരു രൂപത, എറണാകുളം അതിരൂപത 29 രൂപതകളിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച ഒരു രൂപതയാണ്. 50,026 പേരെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിന്റെ പിറകിൽ ഒത്തിരിയേറെ പേരുടെ സഹകരണമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അഭിനന്ദ പിതാക്കന്മാര്, വലിയ പിതാവും കൊച്ചു പിതാക്കന്മാരും ഒത്തിരിയേറെ പ്രോത്സാഹനം ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡിപ്പാർട്ട്മെന്റും കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് എല്ലാ പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ ശക്തി പകരുന്നു. ഈ അവസരത്തിൽ അഭിനന്ദ പിതാക്കന്മാരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ ഇവിടെ വരുമ്പോഴും അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഒപ്പം തന്നെ വികാരിയച്ഛന്മാര് 311 യൂണിറ്റുകളിൽ നമ്മൾ ഇടവകളിൽ നടത്തി. അപ്പൊ അവിടെ വികാരിയച്ഛന്മാരുടെ ശക്തമായ പ്രോത്സാഹനമുണ്ട്, സഹകരണമുണ്ട്. കരിയാറ്റി അച്ഛനെ പോലെ, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലെ പുത്തമ്പല അച്ഛൻ, ബസ്ലിക്ക വികാരി തുടങ്ങിയ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നവരാണ്. കാരണം അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച 2 ഇടവകൾ എറണാകുളം രൂപതയിൽ തന്നെയാണ്. ഒന്ന് അങ്കമാലിയും, 2ാം സ്ഥാനത്ത് 3000 ചിലാനും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയിട്ടുണ്ട്. കാരണം എനിക്കറിയാം, ഈ 50,000 ചിലാനും പേര് രജിസ്റ്റർ ചെയ്ത് അതിൽ പരീക്ഷ എഴുതിയ ഒരു 38,000 ചിലാനും പേര് പരീക്ഷ എഴുതി. ഇത്രയും പേരുടെ പരീക്ഷ വാല്യുവേഷൻ, അതിന്റെ റിസൾട്ട് ഈ എല്ലാ യൂണിറ്റുകളിലേക്കും 5 ഗ്രൂപ്പ് തിരിച്ചെത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പൊ എല്ലാവരും സഹകരിച്ചു. അവരെല്ലാവരെയും അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ പ്രസ്ഥാനം പുനർവയ്ക്കുന്നതിന്റെ ഒരു വലിയ രഹസ്യം കൂടെ പറഞ്ഞേക്കാം. മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല. ഞങ്ങളുടെ ഇതിന് കഴിയുന്നത്ര കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ പിതാവും പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രോത്സാഹനം കൊടുത്തേക്കണം. അതുകൊണ്ട് എത്ര കുട്ടികൾ പരീക്ഷ എഴുതി അത് 60%, എ ഗ്രൂപ്പിലാണ് 60% കൂടുതൽ എത്ര പേര് മാർക്ക് മേടിച്ചാലും അവർക്ക് എല്ലാവർക്കും ഓരോ ബൈബിൾ സമ്മാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ 70% കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെ എല്ലാവർക്കും എത്ര പേര് മേടിച്ചാലും കുഴപ്പമില്ല, അവർക്കെല്ലാം സമ്മാനമായിട്ട് ബൈബിൾ കൊടുക്കുന്നത് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ വലിയൊരു സംഘടനാപരമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഒരു ക്രൈസ്തവന്റെ ധർമ്മം എന്ന് പറയുന്നത് 3 കാര്യങ്ങളിൽ അടിസ്ഥിതമാണ്. വചനം സ്വീകരിക്കുക, വചനം ജീവിക്കുക, വചനം കൊടുക്കുക, അല്ലെ പങ്കുവയ്ക്കുക. കാരണം ഒരു ക്രൈസ്തവ ജീവിതം വചനാധിഷ്ഠിത ജീവിതമാണ്. 3 കാര്യങ്ങളെ ചെയ്യേണ്ടതുള്ളൂ: വചനം സ്വീകരിക്കുക, വചനം ജീവിക്കുക, വചനം പങ്കുവയ്ക്കുക. വചനം സ്വീകരിക്കാനും ജീവിക്കാനും പങ്കുവയ്ക്കാനും
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മളെ സഹായിക്കുന്ന നല്ലൊരു പദ്ധതിയായിട്ട് ലോഗോസ് ക്വിസിനെ നമുക്ക് കാണാം. ഈ ലോഗോസ് ക്വിസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അതിരൂപതയിൽ കേരളത്തിൽ തന്നെ 1-2 സ്ഥാനം കരസ്ഥമാക്കിയ ഇടവകളെ പ്രത്യേകം ഓർത്ത് അങ്കമാലി തൃപ്പൂണിത്തുറയിൽ നമ്മുടെ ആളുകൾ വന്നിട്ടുണ്ട്. വിചാരിച്ചു വരാൻ സാധിച്ചില്ല, അവരെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. പിന്നെ രൂപതയിൽ റാങ്ക് കിട്ടിയവരും ഓൾ കേരള തലത്തിൽ ഇപ്പൊ സമ്മാന അർഹരായിരിക്കുന്ന എല്ലാവരെയും അനുമോദിച്ചുകൊണ്ടും ഇതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പറയുന്നുണ്ട്. ആ പള്ളിയുടെ വികാരത്തിനാണ് ഫാദർ പോൾ കരിയേറ്റി അച്ഛൻ നമ്മോട് സംസാരിക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെയർമാൻ ശ്രീ വി എ ജോസഫ്, ബഹുമാനപ്പെട്ട പുതിയടത്തച്ഛൻ, ബഹുമാനപ്പെട്ട സൈറസ് അച്ഛൻ, മറ്റ് വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലവും ഇതിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കും അങ്കമാലി ഇടവകയിലെ ജനങ്ങൾക്കും ലഭിച്ചു. എല്ലാവരും സഹായവും ചെയ്തു തന്നു. ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്ന് 2 വാക്ക് പറയുവാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ആകാംക്ഷയോടെ കാത്തിരുന്ന സമ്മാനദാനമാണ്. സമ്മാനദാനത്തിൻ്റെ ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടി ഫാദർ ജോളി വടക്കര സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിതാവേ, വേദിയിലെ വിശിഷ്ട അതിഥികളെ, എത്രയും സ്നേഹം നിറഞ്ഞ ലോഗോസ് ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് റിസൾട്ട് അറിയാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പൂർണ്ണമായിട്ടും സഫലമായി തീരട്ടെ എന്നുള്ള ആശംസയോടെ ഈ ലിസ്റ്റ് വായിക്കാനായിട്ട് ഞാൻ പ്രവേശിക്കുകയാണ്. ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ 72 വയസ്സായ അമ്മച്ചി ചാച്ചാ ഞാൻ നിൽക്കണോ, എനിക്ക് കണ്ണിന് സുഖമില്ല, ഓപ്പറേഷന് പോകേണ്ടതാ, ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു അമ്മച്ചി നിൽക്കണം, കാരണം പിതാവിൽ നിന്ന് ഇങ്ങനെ ഒരു സമ്മാനം വാങ്ങാൻ ഇങ്ങനെ ഒരു അവസരം പങ്കെടുത്ത എല്ലാവർക്കും തന്നെ സെക്കൻഡ് റൗണ്ടിൽ കടന്ന എല്ലാവർക്കും സമ്മാനം ഉണ്ടല്ലോ, അമ്മച്ചി അത് വാങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഏറെ താല്പര്യത്തോടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിജയികളായവരുടെ പേര് വിവരം ഈ ക്രമത്തിലാണ് നാം വായിക്കുക. ആദ്യം EDCBA വിഭാഗത്തിന് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയവരുടെ പേരുകളായിരിക്കും വായിക്കുക. തുടർന്ന് സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയവരെ, തുടർന്ന് തേർഡ് റാങ്ക് കരസ്ഥമാക്കിയവരെ, പിന്നീട് ഫോർത്ത് റാങ്ക് കരസ്ഥമാക്കിയവരെ. തേർഡ് റാങ്ക് കരസ്ഥമാക്കിയവരുടെ ലിസ്റ്റും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത് സമ്മാനം കരസ്ഥമാക്കിയ ഇടവകകൾക്കുള്ള സമ്മാനങ്ങളും, ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത രൂപതകൾക്കുള്ള സമ്മാനങ്ങളും, ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച രൂപതകൾക്കുള്ള സമ്മാനങ്ങളുമായിരിക്കും ഇവിടെ വായിക്കുക. ഈ വായിക്കുന്ന ക്രമത്തിൽ സമ്മാനങ്ങൾ വാങ്ങാനായിട്ട് വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവന്യ പുന്നക്കോട്ട് പിതാവിനെ ഈ സമ്മാന വിതരണം നടത്താനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് നിങ്ങളുടെ ഭാഗത്തോടെ ഞാൻ അവതരിപ്പിക്കട്ടെ. ഈ വിഭാഗത്തിന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്, ഈ വർഷമാണ് നമ്മൾ ഈ വിഭാഗം കൂടുതലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ വിഭാഗത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് മേരി വർഗീസ്, എറണാകുളം രൂപത. മേരി വർഗീസ്, എറണാകുളം രൂപത. കൺഗ്രാജുലേഷൻ. ഡി വിഭാഗത്തില് സ്വർണ്ണ മെഡലും 3000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് നാം നൽകുന്നത്. ഡി വിഭാഗത്തില് ബീന ജേക്കബ്, പാലാ രൂപത. ബീന ജേക്കബ്. സി വിഭാഗത്തില് മാർട്ടിൻ MK, ഇരിഞ്ഞാലക്കുട രൂപത, സർട്ടിഫിക്കറ്റ്. ബി വിഭാഗത്തില് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ജോയ്സി ജോയ്, ഇരിഞ്ഞാലക്കുട രൂപത. ജോയ്സി ജോയ്. എ വിഭാഗത്തില്, നമ്മുടെ കൊച്ചുമക്കളുടെ വിഭാഗത്തില് ഫസ്റ്റ് റാങ്കിന് അർഹത നേടിയിരിക്കുന്നത്
ശീതൾ റോസ് ചാക്കോ എറണാകുളം ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ്. ഈ വിഭാഗത്തിന് സെക്കൻഡ് റാങ്കിന് അർഹത നേടിയിരിക്കുന്നത് ഡോക്ടർ എൽസി ജോസ്. കഴിഞ്ഞ വർഷത്തെ ക്ഷീണം തീർത്ത് സെക്കൻഡ് റാങ്കിൽ നിന്ന് ഫസ്റ്റ് റാങ്കിലേക്ക് വന്നത് കഞ്ചാവേഷ്. സെക്കൻഡ് റാങ്ക് സോറി കഴിഞ്ഞ വർഷവും. ഡി വിഭാഗത്തിന് സെക്കൻഡ് റാങ്ക് ലിസി ജെയിംസ് എറണാകുളത്ത്. സി വിഭാഗത്തിന് സിസ്റ്റർ ലിറ്റി CMC ഇടുക്കി രൂപത. സിസ്റ്റേഴ്സിനൊക്കെ ആശ്വാസമായിട്ട് സിസ്റ്റർ പോയോ? അത് നോയിസാണോ? ആസ്പിരിനാണ്, പക്ഷെ സിസ്റ്റർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ലിറ്റി CMC. ഓക്കെ. ബി വിഭാഗത്തിന് സൗമ്യ തോമസ് പാല രൂപത. സൗമ്യ. ബി വിഭാഗത്തിലെ സെക്കൻഡ് റാങ്ക് സൗമ്യ തോമസ് പാല. എ വിഭാഗത്തില് നവീൻ ഷോബി മാനന്തവാടി രൂപത. നവീൻ ഷോബി. Navin Shobhi. So, congratulations to the second rank holders. Now, ഓരോ വിഭാഗത്തിലും തേർഡ് റാങ്ക്. ഈ വിഭാഗത്തിലെ തേർഡ് റാങ്ക് goes to Dr. John Thomas തലശ്ശേരി രൂപത. Dr. John Thomas തലശ്ശേരി രൂപത. Congratulations. ഡി വിഭാഗത്തിലെ തേർഡ് റാങ്ക് ബിന്ദു ജൂഡ് വരാപ്പുഴ. ബിന്ദു ജൂഡ് വരാപ്പുഴ രൂപത. ബിന്ദു ജൂഡ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. യെസ്, ബിന്ദു ജൂഡ് വരാപ്പുഴ രൂപത. സി വിഭാഗത്തിലെ തേർഡ് റാങ്ക് നിറ്റു തോമസ് തയ്യൽ ചങ്ങനാശ്ശേരി രൂപത. നിറ്റു തോമസ് തയ്യൽ ചങ്ങനാശ്ശേരി രൂപത. ബി വിഭാഗത്തിൽ തേർഡ് റാങ്ക് അന്നമ്മ വലിയ പറമ്പിൽ തലശ്ശേരി രൂപത. അന്നമ്മ വലിയ പറമ്പിൽ തലശ്ശേരി രൂപത. എ വിഭാഗത്തിൽ തേർഡ് റാങ്ക് മിൻസി മൈക്കിൾ കൊല്ലം രൂപത. മിൻസി മൈക്കിൾ. യെസ്. റോസ്മേരി. യെസ്. നെക്സ്റ്റ് വിനയ സിബി താമരശ്ശേരി രൂപത. വിനയ സിബി താമരശ്ശേരി രൂപത. താമരശ്ശേരി രൂപതയിൽ നിന്ന്. നെക്സ്റ്റ് ജിബിൻ വിൽസ് നെയ്യാറ്റിൻകര രൂപത. ജിബിൻ വിൽസ് നെയ്യാറ്റിൻകര രൂപത. ജിബിൻ വിൽസ്. നെയ്യാറ്റിൻകര. പോൾ ടി ജേക്കബ് കോതമംഗലം രൂപത. പിതാവിന്റെ രൂപതയിൽ നിന്നും. പോൾ ടി ജേക്കബ് കോതമംഗലം രൂപത. സ്പെഷ്യൽ പ്രൈസ് പിതാവിൽ നിന്ന് പിന്നീട് ലഭിക്കുന്നതായിരിക്കും. റേച്ചൽ ജോർജ് പാല രൂപത. റേച്ചൽ ജോർജ് പാല രൂപത. ട്രീസ പെരിഞ്ചേരിൽ താമരശ്ശേരി രൂപത. ട്രീസ പെരിഞ്ചേരിൽ താമരശ്ശേരി രൂപത. സലിം ജോൺ എറണാകുളം അങ്കമാലി രൂപത. സലിം ജോൺ ഡി വിഭാഗത്തിലെയാണ് അടുത്ത ലിസ്റ്റ് വായിക്കുന്നത്. സലിം ജോൺ. നിർത്തിക്കോട്ടെ. മരിയ റോസ് ഡൊമിനിക് ചങ്ങനാശ്ശേരി രൂപത. മരിയ റോസ് ഡൊമിനിക് ചങ്ങനാശ്ശേരി രൂപത. ജോസഫ് എളയാണിത്തോട്ടം തലശ്ശേരി രൂപത.
ജോസഫ് ഇളയാനിത്തോട്ടം തലശ്ശേരി രൂപത. ജോസ്ലി ഫ്രാൻസിസ് പാലാ രൂപത. ജോസ്ലി ഫ്രാൻസിസ് പാലാ രൂപത. ബിനി കെ ബി തൃശൂർ രൂപത. ബിനി കെ ബി തൃശൂർ രൂപത. ജോയ്സൺ സെബാസ്റ്റ്യൻ തൃശൂർ രൂപത. ജോയ്സൺ സെബാസ്റ്റ്യൻ തൃശൂർ രൂപത. ശരിയാണ്, ബിനിയല്ലേ? യെസ്. ഓക്കെ. എമിൽ എൽസ ജോസ് ഇടുക്കി രൂപത. എമിൽ എൽസ ജോസ് ഇടുക്കി രൂപത. എമിൽ എൽസ ജോസ്. യെസ്. നെക്സ്റ്റ് സി വിഭാഗം. നൈനി ഫിലിപ്പ് തൃശൂർ രൂപത. നൈനി ഫിലിപ്പ് തൃശൂർ രൂപത. ജോസ് മനയാനി കണ്ണൂർ രൂപത. ജോസ് മനയാനി കണ്ണൂർ രൂപത. അനുമോൾ ജോർജ് എറണാകുളം രൂപത. അനുമോൾ ജോർജ് എറണാകുളം രൂപത. ജോസ് പി കാഞ്ഞിരപ്പള്ളി രൂപത. ജോസ് പി കാഞ്ഞിരപ്പള്ളി രൂപത. ജോബി സെബാസ്റ്റ്യൻ പാലാ രൂപത. ജോബി സെബാസ്റ്റ്യൻ പാലാ രൂപത. ഷീജ ജോസഫ് കൊച്ചി രൂപത. ഷീജ ജോസഫ് കൊച്ചി രൂപത. ജെയ്സൺ ജേക്കബ് ചങ്ങനാശ്ശേരി രൂപത. ജെയ്സൺ ജേക്കബ് ചങ്ങനാശ്ശേരി രൂപത. തുടർന്ന് ഡി വിഭാഗത്തിലെയാണ് നാം വായിക്കുക. ഷെർമി കർമ്മു കോട്ടപ്പുറം രൂപത. ഇരിഞ്ഞാലക്കുട രൂപത. മോളി തോമസ് പാല രൂപത. മോളി തോമസ് പാല രൂപത. ലിസി വിൻസെന്റ് ഇരിഞ്ഞാലക്കുട രൂപത. ലിസി വിൻസെന്റ് ഇരിഞ്ഞാലക്കുട രൂപത. സിസ്റ്റർ മേഴ്സി എബ്രഹാം ചങ്ങനാശ്ശേരി രൂപത. സിസ്റ്റർ മേഴ്സി എബ്രഹാം ചങ്ങനാശ്ശേരി രൂപത. പയസ് ജോർജ് മാനന്തവാടി രൂപത. പയസ് ജോർജ് മാനന്തവാടി രൂപത. സോഫി ജോസഫ് എറണാകുളം രൂപത. സോഫി ജോസഫ് എറണാകുളം രൂപത. അടുത്തതായിട്ട് ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റാണ് വായിക്കുക. എം ജെ ആന്റണി ചങ്ങനാശ്ശേരി രൂപത. ചങ്ങനാശ്ശേരി രൂപത. സിസ്റ്റർ ആനി പാല രൂപത. സോറി, എം ജെ മേഖല അത് മാറിക്കൊടുത്ത അതന്നെ എം ജെ മേഖല. ഈ അമ്മച്ചിനെ ചോദിച്ച കണ്ണിന് ഓപ്പറേഷൻ ഉള്ളത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കാനാണ്. സിസ്റ്റർ ആനി പാല രൂപത. സിസ്റ്റർ താർസിസ് പാല രൂപത. ആനിസ് അഗസ്റ്റിൻ പാലക്കാട് രൂപത. ആനിസ് അഗസ്റ്റിൻ പാലക്കാട് രൂപത. ആനിസ് അഗസ്റ്റിൻ പാലക്കാട് രൂപത. എൽ സി വിൻസെന്റ് കൊല്ലം രൂപത. എൽ സി വിൻസെന്റ്. തുടർന്ന് 2006 അഖില കേരള ലോഗോസ് മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത് സമ്മാനം കരസ്ഥമാക്കിയ ഇടവകകൾക്കുള്ള സമ്മാനമാണ് വിതരണം ചെയ്യുകയും ഷീൽഡിനും അർഹത നേടിയിരിക്കുന്നത്. സമ്മാനം സ്വീകരിക്കാൻ കഴിഞ്ഞ അധ്യക്ഷനെയും ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളെയും മതാധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും പ്രത്യേകം ക്ഷണിക്കുന്നു. 4459 അംഗങ്ങളെയാണ് അവർ പങ്കെടുപ്പിച്ചത്. അടുത്ത വർഷം
കുറച്ചൊക്കെ ആർക്കെങ്കിലും മാറി കിട്ടാനായിട്ട് ഞങ്ങൾ ഇന്നേ പ്രാർത്ഥിക്കാം. രണ്ടാം സ്ഥാനത്തിന് അർഹത നേടിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്തത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കൊറോനപ്പള്ളി തൃപ്പൂണിത്തുറയാണ് ഈ സ്ഥാനത്തിന് അർഹത നേടിയിരിക്കുന്നത്. എറണാകുളം അതിരൂപതയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന മതബോധ ഡയറക്ടറായുള്ള പുതിയ പ്രത്യേക അഭിനന്ദനം. അവിടുത്തെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വന്നിട്ടുള്ള ഇടവകക്കാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. 3006 പേരെയാണ് അവർ പങ്കെടുപ്പിച്ചത്. കൺഗ്രാജുലേഷൻസ്. മൂന്നാം സ്ഥാനത്തിന് അർഹത നേടിയിരിക്കുന്നത് 1992 അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 1000 രൂപയ്ക്കും ഷീൽഡിനും അർഹത നേടിയിരിക്കുന്നത് തൃശൂർ അതിരൂപതയിലെ സെയിന്റ് ജോസഫ് പാരിഷ് ഷ്രൈൻ ചർച്ച് പാവർത്തി. തൃശൂർ അതിരൂപതയിൽ എല്ലാവരും ചേർന്ന് ഈ ട്രോഫി വാങ്ങുക. തൃശൂർ അതിരൂപതയിൽ നിന്ന് വന്നവരെ ഒരുമിച്ച് ചേർന്ന് അത് വാങ്ങിയെടുക്കുക. അവര് ബറ്റാലിയൻ തന്നെ വന്നിട്ടുള്ളത്. വരുന്നേ ഉള്ളൂ. യെസ്, കൺഗ്രാജുലേഷൻ. ഓക്കെ. ജനസംഖ്യക്ക് ആനുപാതികമായി ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത രൂപതകൾക്കുള്ള സമ്മാനമാണ് ഇപ്പോൾ വിതരണം ചെയ്യുക. പാലക്കാട് രൂപത. പാലക്കാട് രൂപതയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അവിടെ നിന്ന് ബ്രദറും സ്റ്റാഫ് അംഗങ്ങളും വന്ന് അഭിമന്യ പിതാവിൽ നിന്ന് 3000 രൂപയും ഷീൽഡും കരസ്ഥമാക്കാനായിട്ട് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിർത്തലേ. യെസ്. തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് 15.21% അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 2000 രൂപയ്ക്കും ഷീൽഡിനും അർഹത നേടിയിരിക്കുന്നത് കണ്ണൂർ രൂപതയാണ്. കണ്ണൂർ രൂപതയിൽ നിന്ന് പുനലൂർ രൂപതയാണ്. പുനലൂർ രൂപത മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പുനലൂർ രൂപതയാണ്. പുനലൂർ രൂപതയിൽ നിന്ന് വന്നിട്ടുള്ളവര് ഒരുമിച്ച് വന്ന് ഷീൽഡും ക്യാഷ് അവാർഡും വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരാൾ മതി. ലോഗോസ് ക്വിസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച രൂപതകൾക്കുള്ള സമ്മാനമാണ്. ഷീൽഡിനും അർഹത നേടിയിരിക്കുന്നത് എറണാകുളം അതിരൂപതയാണ്. എറണാകുളം അതിരൂപതയിലെ ഡയറക്ടറായിട്ടുള്ള പുതിയ ഇടത്തച്ഛനും ടീം അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അവരെ അഭിനന്ദിക്കാം. ഒന്ന് കൈയടിച്ച് നമുക്ക് നമ്മുടെ സന്തോഷം എന്ന് അറിയിക്കുകയും ചെയ്യാം. യെസ്. തൊട്ടടുത്ത് 20,000 പേരുടെ പുറമെ ഉള്ള തൃശൂർ രൂപതയിൽ നിന്ന് ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്കായിട്ട് പങ്കെടുപ്പിച്ചത് 2000 രൂപയും ഷീൽഡുമാണ് അവർക്ക് അവാർഡായിട്ട് ലഭിക്കുക. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സൈറസ് അച്ഛനും കൂടി ആശ്വാസം ആയിക്കോട്ടെ നേരിട്ട് എല്ലാവരും വന്ന് ഈ അവാർഡ് വാങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമ്മാനദാനം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത് വളരെ വിലപ്പെട്ട സമയത്തും ഇവിടെ നമുക്ക് എത്തിച്ചേർന്ന് നമുക്ക് ഓരോരുത്തർക്കും സമ്മാനം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മാർഗ്ഗോപത്തിൽ മുന്നോട്ടിപ്പിതാവിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സർവാത്മ നന്ദി പറയുന്നു. വലിയ സംരംഭമാണ് കാലഘട്ടം സ്വീകരിക്കുക എന്നുള്ളത്. ആ സംരംഭത്തിന് താനും തുണയും നൽകി നമ്മളെ എല്ലാ കാലവും സഹായിച്ചു വന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചെയർമാൻ B.A. ജോസഫ് സാർ അവരോട് ഞങ്ങളുടെ നന്ദി നിസ്സീമമാണ്. എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. രാവിലെ മുതൽ ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ പണിയെടുത്ത ഒത്തിരി പേരുണ്ട്. ഇതിന്റെ പിന്നിൽ പരിശ്രമിച്ച ഒരുപാട് പേരുണ്ട്. സമ്മാനം ഈ യോഗത്തിൽ ആശംസ പറയാൻ വേണ്ടി എത്തിച്ചേർന്ന ജോസ് പുതിയാച്ചനും പോൾ കരിയാരി അച്ഛനും സമ്മാനങ്ങളുടെ പേര് നിയന്ത്രിക്കാനും പരീക്ഷയെ നിയന്ത്രിക്കാനും എത്തിച്ചേർന്ന ജോലി വടക്കനച്ഛൻ, മറ്റ് നിരവധി വൈദികരുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാന്യരായ ബ്രദേഴ്സിനും സ്റ്റാഫ് അംഗങ്ങൾക്കും വിവിധ രൂപതകളിലെ ബൈബിൾ അപ്പോസ്റ്റൽ ഡയറക്ടർമാർക്കും അവരുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ
पुरान्तभागे नतजनचुम्बितमार्गे अधरसमूहे मुखरिदरागे प्रकीर्तितं तव नामम् अभिनवरोमा पुरान्तभागे नतजनचुम्बितमार्गे अधरसमूहे मुखरिदरागे प्रकीर्तितं तव नामम् पापा पापा महानुभाव दैववराजित भावा पापा पापा महानुभाव दैववराजित भावा अविकलदेशं भारतदेशम् अतिमहतम् अविनाशम् प्रकृति समस्तं प्रणमितहस्तं जलधिमाजलसहितं पापा पापा महानुभाव दैववराजित भावा पापा पापा महानुभाव दैववराजित भावा मलय समीरं विशरिകൾ വീശും മലയാളം